എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓംസ് ലോ വരെ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ? ആർക്കെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ വീഡിയോ കാണുക കേട്ടോ, കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഓംസ് ലോ നമ്മൾ ചെയ്തപ്പോൾ അതിലൊരു സർക്യൂട്ട് ഡയഗ്രം കണ്ടായിരുന്നു ഇല്ലേ? സർക്യൂട്ട് ഡയഗ്രത്തിൽ എന്താണ് ഒരു കമ്പോണൻറ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഒരു ബോക്സ് പോലെ ഒരു ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു കമ്പോണൻറ്റ്. ആ കമ്പോണൻറ്റ് ഞാൻ പറഞ്ഞായിരുന്നു എന്താണ് റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് പ്രതിരോധം എന്ന് പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വേറൊരു കാര്യം ഡിസ്കസ് ചെയ്തായിരുന്നു, അതായത് വോൾട്ടേജും കറൻറ്റും. ഓംസ് ലോ പഠിച്ചപ്പോൾ കണ്ടായിരുന്നു വോൾട്ടേജ് അല്ലേ? വോൾട്ടേജ് ഡിവൈഡ് ബൈ കറണ്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആർന്ന് കിട്ടി. ഒരു എന്താണ് ആർന്ന് വെച്ചാൽ എന്താ? റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം അല്ലേ? പ്രതിരോധം എന്ന് പറഞ്ഞാൽ ആ പ്രതിരോധം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു കണ്ടക്ടറിലൂടെയുള്ള വൈദ്യുതി പ്രവാഹം അല്ലെങ്കിൽ ഒരു ചാലകത്തിലൂടെയുള്ള വൈദ്യുതി പ്രവാഹത്തെ തടസ്സപ്പെടുത്തുന്നു അല്ലേ? വൈദ്യുതി പ്രവാഹത്തെ അങ്ങനെ അല്ലെങ്കിൽ എന്താണ് വൈദ്യുതി പ്രവാഹത്തെ എതിർക്കാനുള്ള ചാലകത്തിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞു. അതാണ് പ്രതിരോധം അല്ലെങ്കിൽ എന്താണ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ പ്രതിരോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഒരു സർക്യൂട്ടിൽ കൊടുക്കണമെങ്കിൽ അവിടെ എന്താണ് ഒരു കമ്പോണൻറ്റ് വേണം. അങ്ങനെ കൊടുക്കുന്ന ആ ഒരു കമ്പോണൻറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് റെസിസ്റ്റർ അല്ലെങ്കിൽ പ്രതിരോധം. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു സർക്യൂട്ടിൽ പ്രതിരോധം ഉണ്ടെങ്കിൽ എന്താണ് ആ സർക്യൂട്ടിൽ കൂടെയുള്ള കറൻറ്റിൻ്റെ ഫ്ലോ അവിടെ ഒപ്പോസ് ചെയ്യും. മനസ്സിലാകുന്നില്ല? ആ സർക്യൂട്ടിന് ആവശ്യമായിട്ടുള്ള കറണ്ട് മാത്രം മതി. ഒരു സർക്യൂട്ടിൽ നമ്മൾ റെസിസ്റ്റർ അല്ലെങ്കിൽ പ്രതിരോധം കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടെയുള്ള കറണ്ടിൻ്റെ ഫ്ലോവിനെ അവിടെ ഒപ്പോസ് ചെയ്യുന്നു എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ എന്താണ് പ്രതിരോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കണ്ടക്ടേഴ്സ് ആർ യൂസ്ഡ് ടു ഇൻട്രൊഡ്യൂസ് എ സർട്ടൻ റെസിസ്റ്റൻസ് ഇൻ എ സർക്യൂട്ട് ആർ കോൾഡ് റെസിസ്റ്റേഴ്സ്. ഒരു നിശ്ചിത പ്രതിരോധം സർക്യൂട്ടിൽ ഉൾപ്പെടുത്താനായി ഉപയോഗിക്കുന്ന ചാലകങ്ങളെയാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? പ്രതിരോധകം അല്ലെങ്കിൽ എന്താണ് റെസിസ്റ്റർ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ ഒരു സർക്യൂട്ടിൽ അവിടെ എന്താണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ആ കറണ്ടിൻ്റെ ഫ്ലോയിനെ എന്ത് ചെയ്യണം? എതിർക്കണം. അല്ലെങ്കിൽ എന്താണ് കറണ്ടിൻ്റെ ഫ്ലോയിനെ അവിടെ ഒപ്പോസ് ചെയ്യണം. അതിനുവേണ്ടി സർക്യൂട്ടിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഡിവൈസ് അല്ലെങ്കിൽ കമ്പോണൻറ്റ് കണക്ട് ചെയ്യണം. ആ കമ്പോണൻറ്റിനെ പറയുന്ന പേരാണ് റെസിസ്റ്റർ. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഇപ്പം ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ കണ്ടില്ല, ഇതാണ് റെസിസ്റ്റർ കേട്ടോ, ഇതൊക്കെയാണ് റെസിസ്റ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിട്ടില്ലേ? അപ്പോൾ ഇതൊക്കെ എന്താണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്? റെസിസ്റ്റർ ആണ് കേട്ടോ. പലതരത്തിലുള്ള റെസിസ്റ്റർ ഉണ്ട്. മനസ്സിലല്ലോ? അപ്പോൾ ഇതൊക്കെ എന്താണ്? റെസിസ്റ്റർ ആണ്. ആ റെസിസ്റ്ററിൻ്റെ സിമ്പിൾ നമ്മൾ സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കുമ്പോൾ റെസിസ്റ്ററിൻ്റെ സിമ്പിൾ ഈ ഒരു സിമ്പിളുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സിമ്പിൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ സിമ്പിളാണ് കണ്ടോ കേട്ടോ. പക്ഷെ നോർമലി നമ്മൾ സാധാരണയായിട്ട് ഹയർ ക്ലാസ്സുകളിലേക്കൊക്കെ വരുമ്പോൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് കാണുന്ന സിമ്പിളാണ് ഈ സിമ്പിൾ കേട്ടോ. അപ്പോൾ ഈ സിമ്പിൾ നിങ്ങൾ പഠിക്കുന്നതായിരിക്കും ബെറ്റർ. രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇതും കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക റെസിസ്റ്റർ ആണ്. അപ്പോൾ കൂടുതൽ ഹയർ ക്ലാസ്സിലേക്ക് വരുമ്പോൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു സിമ്പിളാണ് കേട്ടോ, റെസിസ്റ്ററിൻ്റെ സിമ്പിൾ. എന്നിരുന്നാലും ഈ ഒരു സിമ്പിളും കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ക്ലിയർ ആയല്ലോ? അപ്പോൾ റെസിസ്റ്റർ എന്നാണ് ഒരു സർക്യൂട്ടിൽ എന്താണ് പ്രതിരോധം ഇല്ല റെസിസ്റ്റൻസ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചാലകങ്ങളെ എന്ത് പറയാം? പ്രതിരോധം അല്ലെങ്കിൽ റെസിസ്റ്റർ എന്ന് പറയാം. ആ റെസിസ്റ്റർ നമ്മൾ അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിന് പറയുന്ന പേരാണ് മൾട്ടിമീറ്റർ എന്ന് പറയും കേട്ടോ. മൾട്ടിമീറ്റർ കേട്ടോ. റെസിസ്റ്റൻസ് ഒരു ഇതുണ്ടല്ലോ, ഇപ്പോൾ ഇത് റെസിസ്റ്റർ ആണെന്ന് പറഞ്ഞാൽ ഈ റെസിസ്റ്ററിൻ്റെ രണ്ട് എൻഡിലും ഇതുണ്ടല്ലോ, രണ്ട് റെഡും ബ്ലാക്കും കളർ ഇരിക്കുന്നത്, ഇത് രണ്ട് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വാല്യൂ എത്രയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാം, കറണ്ട് ഒക്കെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഈ മൾട്ടിമീറ്റർ വെച്ച് കഴിഞ്ഞാൽ രണ്ട് എൻഡിലും വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എന്താണ് മൾട്ടിമീറ്റർ എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് എ ഡിവൈസ് യൂസ്ഡ് ടു മെഷർ ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഡയറക്ട്ലി. പൊട്ടൻഷ്യൽ ഡിഫറൻസ്, കറണ്ട് എക്സെട്ര ആർ ഓൾസോ ബി മെഷേർഡ് യൂസിങ്. ചാലകങ്ങളിലെ പ്രതിരോധം നേരിട്ട് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൾട്ടിമീറ്റർ കേട്ടോ. മൾട്ടിമീറ്റർ ഉപയോഗിച്ച് പൊട്ടൻഷ്യൽ വ്യത്യാസം, കറണ്ട് തുടങ്ങിയവയും അളക്കാം. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് നോക്കി റെസിസ്റ്ററിൻ്റെ പടം കണ്ടല്ലോ. ഇതെല്ലാം ഓരോരോ റെസിസ്റ്റർ ആണ്. ഇത് നോക്കി കുറേ കളറുകളുണ്ടല്ലോ. കളറിൻ്റെ ലൈൻ കണ്ടോ? റെഡ്, ഓറഞ്ച്, ബ്ലാക്ക്, ബ്ലൂ, ഇതുണ്ടല്ലോ പലതരത്തിലുള്ള കളർ. ഓരോന്നിലും ഇങ്ങനെ 4 ലൈനുകളുണ്ട്. കളറിലുള്ള 4 വ്യത്യസ്ത കളറിലുള്ള ലൈനുകളുണ്ട്. മനസ്സിലാകുന്നില്ല? പലതരത്തിലുള്ള 4 ലൈനാണ് എല്ലാത്തിലുള്ളത്. അപ്പോൾ ഈ ലൈനുകൾ ഉദ്ദേശിക്കുന്നത്, ഈ കളറിലുള്ള ഈ ലൈനുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂവിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓരോ റെസിസ്റ്ററിനും ഇത്ര വാല്യൂ ഉണ്ട്. ഇപ്പോൾ എത്രയാണ്? 100K അല്ലെങ്കിൽ 100K. ആദ്യത്തെ റെസിസ്റ്ററിൻ്റെ വാല്യൂ 100K ആയിരിക്കും. രണ്ടാമത്തേൻ്റെ ചിലപ്പോൾ 125K ആയിരിക്കും. അപ്പോൾ പല വാല്യൂ കാണും. അപ്പം ഈ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. മനസ്സിലാകുന്നുണ്ടോ? മൾട്ടിമീറ്റർ ഉപയോഗിച്ച് നമ്മളിവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. അല്ലാതെ ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഇതെന്ന് പറഞ്ഞാൽ ഈ കളർ, ഓരോന്നിലും ഈ കളർ വെച്ചിരിക്കുന്നത്. അതിനെ കളർ കോഡ് എന്നാണ് പറയുന്നത് കേട്ടോ. കളർ കോഡ്, റെസിസ്റ്ററിൻ്റെ കളർ കോഡ് എന്നാണ് പറഞ്ഞത്. അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഹയർ ക്ലാസ്സുകളിലാണ് പഠിക്കാനുള്ളത്. എന്നാലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. കളർ കോഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് വാല്യൂസ് കണ്ടുപിടിക്കാൻ സാധിക്കും.
ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്താണ് റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇതാ നോക്കാം. റെസിസ്റ്റേഴ്സ് ഓഫ് വേരിയസ് വാല്യൂസ് ആർ അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെസിസ്റ്റേഴ്സ് ആർ യൂസ്ഡ് ഇൻ വേരിയസ് ഇലക്ട്രോണിക് ഡിവൈസസ്. Their values may be marked on the resistor or indicated by color code. ഒന്നുകിൽ അതിൻ്റെ വാല്യൂസ് അവിടെ മാർക്ക് ചെയ്തിരിക്കും. ചിലതിനൊക്കെ വാല്യൂസ് ചെയ്തിട്ടുണ്ട്, ഇതിനൊക്കെ വാല്യൂസ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ചിലതിനൊന്നും കാണില്ല, ഈ കളർ വെച്ചിട്ടുണ്ട്. അപ്പോൾ കളർ കോഡ് ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ മൾട്ടിമീറ്ററോട് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂസ് കണ്ടുപിടിക്കാം. മനസ്സിലായല്ലോ? വിപണിയിൽ പല മൂല്യങ്ങളിലുള്ള റെസിസ്റ്ററുകൾ ലഭ്യമാണ്. വിവിധ ഇലക്ട്രോണിക് ഉപകരണങ്ങളെല്ലാം ഇത്തരത്തിലുള്ള റെസിസ്റ്ററുകളാണ് ഉപയോഗിക്കുന്നത്. റെസിസ്റ്ററിൽ അവയുടെ മൂല്യം രേഖപ്പെടുത്തുകയോ കളർ കോഡുകൾ ഉപയോഗിച്ച് സൂചിപ്പിക്കുകയോ ചെയ്യും. കേട്ടോ, ഓരോ കളറിനും ഓരോ വാല്യൂ. കണ്ടോ, 4 കളർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഒരു റെസിസ്റ്ററിന് 4 കളറുണ്ട്. അതാണ് ഓരോ കളറിനും ഓരോ വാല്യൂ ഉണ്ട്. ഫസ്റ്റ്, സെക്കൻഡ്, ആദ്യത്തെ 2 കളർ ഉദ്ദേശിച്ച ഡിജിറ്റാണ്. മൂന്നാമത്തെ അതിൻ്റെ മൾട്ടിപ്ലറാണ്, ഗുണിതമാണ്. നാലാമത്തെ ടോളറൻസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് കേട്ടോ. അതൊക്കെ ഹയർ ക്ലാസ്സുകളിൽ വരുമ്പോൾ നിങ്ങൾ പഠിക്കും. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. ബ്ലാക്ക് ആണെങ്കിൽ 0, ബ്രൗൺ ആണെങ്കിൽ 1, റെഡിന് 2, ഓറഞ്ചിന് 3, യെല്ലോ 4, ഗ്രീനിന് 5, ബ്ലൂവിന് 6, വയലറ്റിന് 7, ഗ്രേക്ക് 8, വൈറ്റിന് 9 കേട്ടോ. പിന്നെ ഗോൾഡ്, സിൽവർ ഒക്കെ കാണും സൈഡിൽ. അപ്പോൾ അതിന് ഓരോരോ വാല്യൂ ഉണ്ട്. അപ്പോൾ ആ വാല്യൂ അനുസരിച്ചിട്ടാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കുന്നത്. ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ വാല്യൂസ് എഴുതിയിട്ടുണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കളർ കോഡ് ഉപയോഗിച്ചിട്ടാണ് വാല്യൂസ് കണ്ടുപിടിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ എന്താണ് റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ? ഒരു സർക്യൂട്ടിലല്ലേ, സർക്യൂട്ടിൽ നിശ്ചിത റെസിസ്റ്റൻസ് കൊടുക്കാൻ ഉപയോഗിക്കുന്ന ചാലകങ്ങളെ നമ്മൾ എന്ന് പറയാം, റെസിസ്റ്റർ എന്ന് പറയാം. റെസിസ്റ്ററിൻ്റെ സിമ്പൽ കണ്ടല്ലോ, മനസ്സിലാക്കിയിരിക്കട്ടെ. വരയ്ക്കാനൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ മനസ്സിലായിരിക്കും. ഒന്നുകിൽ ഇങ്ങനെ വരയ്ക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ബോക്സ് ടൈപ്പിൽ കേട്ടോ, ബോക്സ് ആയിട്ട് ഇങ്ങനെ വരച്ചാലും മതി. ഇതിന് കൂടുതലായിട്ട് ഉപയോഗിച്ച് കാണുന്നത് ഇത് തന്നെയാണ്, ഈ സിമ്പലാണ് കേട്ടോ. മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ റെസിസ്റ്റർ എന്താണെന്ന് മനസ്സിലാക്കി, റെസിസ്റ്റൻസ് എന്തുവാണെന്ന് മനസ്സിലാക്കി അല്ലേ? ഒപ്പോസ് ചെയ്യുന്നതിനുള്ള സവിശേഷതയാണ്, കറണ്ടിനെ ഒപ്പോസ് ചെയ്യാനുള്ള, കറണ്ടിനെ എതിർക്കാനുള്ള സവിശേഷതയാണ് എന്തെന്ന് പറയുന്നത്, റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു. ആ റെസിസ്റ്റൻസ് കൊടുക്കാൻ ഉപയോഗിക്കുന്ന ചാലകങ്ങളെ, കണ്ടക്ടറിനെ നമ്മൾ എന്ത് പറയാം? റെസിസ്റ്റർ അല്ലെങ്കിൽ പ്രതിരോധകം എന്ന് പറയാം. മനസ്സിലായല്ലോ? എങ്കിൽ ഈ പ്രതിരോധത്തെ, റെസിസ്റ്റൻസിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഇവിടെ ഒരു എക്സ്പെരിമെന്റ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നോക്കുക, വൈദ്യുത ഹീറ്ററിൽ ഉപയോഗിക്കുന്ന നിക്രോം കമ്പിയുടെ പ്രതിരോധം ഹീറ്റർ ഓഫ് ആക്കി ഉടനെയും തണുത്ത ശേഷവും മൾട്ടിമീറ്റർ ഉപയോഗിച്ച് അളക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ഹീറ്റർ ഉണ്ടല്ലോ, അതിൽ ഉപയോഗിക്കുന്ന നിക്രോം കമ്പി ഉണ്ട് കേട്ടോ. ആ നിക്രോം കമ്പിയുടെ പ്രതിരോധം, റെസിസ്റ്റൻസ്, ആ ഹീറ്റർ ഓഫ് ആക്കി ഉടനെ തണുത്തതിന് ശേഷം നമ്മൾ മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് അളക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹീറ്റർ ഓണാക്കുക, ഓണാകുമ്പോൾ എന്താ പറയും? ചൂടായിരിക്കും അല്ലേ? ചൂടായിരിക്കുമ്പോൾ പെട്ടെന്ന് ഓഫ് ചെയ്യുക. അപ്പോൾ ഓഫ് ആക്കി ഉടനെ തന്നെ നമ്മൾ റീഡിങ് നോക്കുക. അതിനുശേഷം തണുത്തതിന് ശേഷം റീഡിങ് നോക്കുക. മനസ്സിലായല്ലോ? ഇൻ വിച്ച് കേസ് ഈസ് റെസിസ്റ്റൻസ് ഹയർ? ഏത് സന്ദർഭത്തിലാണ് പ്രതിരോധം കൂടുതലുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രതിരോധം കൂടുതലുള്ളത് ഏത് സന്ദർഭത്തിലായിരിക്കും? ഇതാണ് ഹീറ്റർ ഓഫ് ആക്കി ഉടനെ, ജസ്റ്റ് ആഫ്റ്റർ ബീങ് ടേൺഡ് ഓഫ്. അത് ഓഫ് ആക്കിയല്ലോ, ഓഫ് ആക്കി ഉടനെ നമ്മൾ നോക്കുമ്പോൾ എന്ത് സംഭവിക്കും, എന്ത് കാണാൻ സാധിക്കും? പ്രതിരോധം അവിടെ കൂടുതലായിരിക്കും. അതായത് ഹീറ്റർ ഓഫ് ആക്കി ഉടനെ എന്ന് പറയാം. അല്ലെങ്കിൽ എന്താണ്? ജസ്റ്റ് കേട്ടോ, ജസ്റ്റ് ആഫ്റ്റർ ബീങ് ടേൺഡ് ഓഫ് എന്ന് പറയാം കേട്ടോ. ജസ്റ്റ് ആഫ്റ്റർ ബീങ് ടേൺഡ് ഓഫ്, അതായത് ഓഫാക്കി ഉടനെ. ഓഫാക്കിയതിന് കുറേ സമയം നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കില്ല. ഓഫാക്കി ഉടനെ കേട്ടോ, ഓഫാക്കിയ ഉടനെ നമുക്ക് പറയാം കേട്ടോ. ഓഫാക്കിയ ഉടനെ നമുക്ക് പ്രതിരോധം എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. മനസ്സിലായല്ലോ? ഇനി അത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓഫാക്കി ഉടനെ നമ്മൾ മെഷർ ചെയ്യാൻ പറഞ്ഞു. അതിനുശേഷം തണുക്കാൻ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും റെസിസ്റ്റൻസ് അവിടെ കുറയുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. മനസ്സിലായത്? അതായത് താപനില, ടെമ്പറേച്ചർ കുറഞ്ഞു ഇല്ലേ? ടെമ്പറേച്ചർ ഹൈ ആയിരുന്നപ്പോൾ റെസിസ്റ്റൻസ് എങ്ങനെയായിരുന്നു? കൂടുതലായിരുന്നു. ഈ ടെമ്പറേച്ചർ കുറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? റെസിസ്റ്റൻസിന്റെ വാല്യൂം അവിടെ കുറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ? ഓഫ് ആക്കി ഉടനെ എന്ന് പറയുമ്പോൾ എന്താണ്? ടെമ്പറേച്ചർ ഉണ്ടായിരിക്കും, അപ്പോൾ റെസിസ്റ്റൻസിന്റെ വാല്യൂ ഹയർ ആയിരിക്കും. അതിനുശേഷം കംപ്ലീറ്റ് ആയിട്ട് തണുത്തതിന് ശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ റെസിസ്റ്റൻസിന്റെ വാല്യൂ കുറവായിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ റെസിസ്റ്റൻസിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകം മനസ്സിലായല്ലോ, ഏതാണ്? ടെമ്പറേച്ചർ. മനസ്സിലായി? വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് റെസിസ്റ്റൻസ് ഇൻക്രീസസ് അല്ലേ? ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടും, ടെമ്പറേച്ചർ കുറയുമ്പോൾ റെസിസ്റ്റൻസ് എങ്ങനെയാണ്? കുറയും. മനസ്സിലായല്ലോ? അതായത് താപനില കുറയുന്നതനുസരിച്ച് പ്രതിരോധവും കുറയുന്നു. മനസ്സിലായല്ലോ? റെസിസ്റ്റൻസ് ഡിക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ. മനസ്സിലായല്ലോ? റെസിസ്റ്റൻസ് കുറയും, ടെമ്പറേച്ചർ കുറയുമ്പോൾ റെസിസ്റ്റൻസ് കുറയും. ദാറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റെസിസ്റ്റൻസ് ആൻഡ് ടെമ്പറേച്ചർ. അപ്പം റെസിസ്റ്റൻസിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് എന്താണ്? ടെമ്പറേച്ചർ ആണ്. ടെമ്പറേച്ചർ കുറയുവാണെങ്കിൽ എന്താണ്? റെസിസ്റ്റൻസോടെ കുറയും. മനസ്സിലായല്ലോ?
ഇനി മറ്റ് ഘടകങ്ങൾ, ഇപ്പോൾ ഒരു ഘടകം നമ്മൾ കണ്ടു, റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകം ഏതാണ്? ടെമ്പറേച്ചർ ആണെന്ന് കണ്ടു. ഇനി മറ്റ് ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം മറ്റ് ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാൻ വേണ്ടി നമ്മളൊരു സർക്യൂട്ട്, ഇതുകൊണ്ട് ഇവിടെ ഒരു സർക്യൂട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയുണ്ട്? ഒരു 3 വോൾട്ടിന് ഒരു ബാറ്ററി കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ്? ഒരു അമീറ്റർ ഉണ്ട് അല്ലേ, ഒരു അമീറ്റർ ഉണ്ട്. പിന്നെ എന്താണ്? ഒരു ലാമ്പ് അല്ലേ, ഇവിടെ ഒരു ലാമ്പുണ്ട്. പിന്നെന്താണ്? CD, EF, GH എന്ന് പറഞ്ഞിരിക്കുന്ന വയറുകളാണ് കേട്ടോ, വയറുകൾ. ഈ J എന്ന് പറഞ്ഞാൽ ജോക്കി എന്ന് പറഞ്ഞ ഒരു ഡിവൈസാണ്. ഇതൊരു വുഡൻ ബോർഡിൽ വല്ലതും അറേഞ്ച് ചെയ്യുക കേട്ടോ. എന്നിട്ട് പറഞ്ഞാൽ ഒരു വയറിൽ ഒരു പേന പോലത്തെ, ജോക്കി എന്ന് പറഞ്ഞാൽ പേന പോലത്തെ ഒരു ഡിവൈസാണ് കേട്ടോ. ഇതിങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട്, അമീറ്റർ ആണല്ലോ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്, അപ്പോൾ കറണ്ടിൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ കാണിക്കും, റീഡിങ് കാണിക്കും. ഈ ഒരു എന്താണ് ജോക്കി, J എന്ന് പറഞ്ഞാൽ ജോക്കി ഒരു പേന പോലെ ഇരിക്കും അതിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ. ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? കണ്ടക്ടേഴ്സാണ്, ചാലകങ്ങളാണ് കേട്ടോ. ഈ CD എന്ന് പറഞ്ഞിരിക്കുന്നത് നിക്രോം ആണ് കേട്ടോ. CD എന്ന് പറഞ്ഞാൽ നിക്രോം ആണ്. CD എന്ന് പറഞ്ഞിരിക്കുന്നത് നിക്രോം ആണ് CD. അതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് 40 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. 40 സെൻറ്റിമീറ്റർ നിക്രോം ആണ്, മനസ്സിലായി? നിക്രോം ആണ്, 40 സെൻറ്റിമീറ്റർ. ഇനി EF എന്ന് പറഞ്ഞിരിക്കുന്നത് നിക്രോം തന്നെയാണ്, പക്ഷേ എന്താണ്? വണ്ണം ഇരട്ടിയായിട്ടുണ്ട്. അതിൻ്റെ ഏരിയ എങ്ങനെയാണ്? ഏരിയ കൂടിയിട്ടുണ്ട്, അതായത് ഡബിൾ ആയിട്ടുണ്ട്. അതായത് ഏരിയ എന്ന് പറഞ്ഞാൽ ഡബിൾ, അതായത് 2A ആയിട്ടെന്ന് പറയാം. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ക്രോം തന്നെയാണ്, സെയിം ലെങ്തുമാണ്, 40 സെൻറ്റിമീറ്റർ തന്നെയാണ് അതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്താണ്? അതിൻ്റെ വണ്ണം കൂടിയിട്ടുണ്ട്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടിയിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഇനി GH എന്ന് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ലെങ്ത്, ഇതിന് മൂന്നിൻ്റെ ലെങ്ത് 40 സെൻറ്റിമീറ്റർ ആണ്. GH എന്ന് പറഞ്ഞിരിക്കുന്നത് 40 സെൻറ്റിമീറ്റർ ഉള്ളതാണ്. അതെന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു കോപ്പറാണ് കേട്ടോ, ഒരു കോപ്പർ വയറാണ്. മനസ്സിലായല്ലോ? GH എന്ന് പറയുന്നത് ഒരു കോപ്പർ വയറാണ്. ക്ലിയർ ആയാലും അറേഞ്ച്മെന്റ് മനസ്സിലായല്ലോ? അപ്പം CD എന്ന് പറഞ്ഞാൽ നിക്രോം ആണ്, 40 സെൻറ്റിമീറ്റർ ആണെന്നുള്ളത്. EF എന്ന് പറഞ്ഞാൽ നിക്രോം തന്നെയാണ്, 40 സെൻറ്റിമീറ്റർ ആണ്. പക്ഷേ അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടിയിട്ടുണ്ട്, വണ്ണം കൂടിയിട്ടുണ്ട്. GH എന്ന് പറഞ്ഞിരിക്കുന്നതാണ് കോപ്പറാണ്, അതിൻ്റെ നീളം സെയിം തന്നെയാണ്, പക്ഷേ എന്താണ്? മെറ്റീരിയൽ മാറിയിട്ടുണ്ട്. ക്ലിയർ ആയാലും ഇതേ വണ്ണം, ഈ നിക്രോമിൻ്റെ അതേ വണ്ണം തന്നെയാണ് ഇതിനുള്ളത് കേട്ടോ, പക്ഷേ എന്താണ്? മെറ്റീരിയൽ മാറിയിട്ടുണ്ട്. നമുക്ക് ഈ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ജോക്കി എന്ന് പറഞ്ഞ ഡിവൈസ് ഉണ്ടല്ലോ, ഈ ജോക്കി ഇത് മൂവ് ചെയ്യും. ഇതാ ഇവിടെ ഇവിടെ നമ്മൾ ഇങ്ങോട്ട് മൂവ് ചെയ്യും. ഈ ജോക്കിയുടെ പൊസിഷൻ M എന്ന് എഴുതിയിരിക്കുന്നതാണ്, ഇതൊരു ജോക്കിയുടെ പൊസിഷനാണ്. ഈ M എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ പോയിന്റിൽ ജോക്കി വരിക, ജോക്കി കൊണ്ടുപോയി വെച്ച് കഴിയുമ്പോൾ നമുക്കിവിടെ റീഡിങ് കാണാൻ സാധിക്കും. ഈ അമീറ്ററിൽ എന്തുമാത്രം കറണ്ട് മൂവ് ചെയ്യുന്നുണ്ട്. സിയിൽ നിന്ന് നമ്മൾ ഈ ജോക്കി ഇങ്ങനെ മൂവ് ചെയ്ത് M കൊണ്ടുപോയി വെച്ചു. ഇവിടെ നോക്കിയിരിക്കുന്നുണ്ടോ? ആ J അവിടെ സ്പർശിക്കുന്ന ഓരോ ബിന്ദുക്കളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഈ J ആദ്യമേ M എന്ന് പറഞ്ഞാൽ ഇത് കണ്ടല്ലോ, ഇതാണ് M വന്നു. M വന്നപ്പോൾ ഇങ്ങനെ കറക്റ്റ് ഒരു മിഡിലാണ്. ഈ CD എന്ന് പറഞ്ഞാൽ നീളത്തിനാണ് 40 സെൻറ്റിമീറ്റർ ആണെന്ന് വേണ്ടല്ലോ. M എന്ന് പറഞ്ഞാൽ ഇതിൽ മിഡിലല്ലേ, അപ്പോൾ ആ കണ്ടക്ടറിൻ്റെ നീളം എന്ന് പറഞ്ഞിരിക്കുന്നതാണ് 20 സെൻറ്റിമീറ്റർ ആണ്. അതേതാണ്? നിക്രോം ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ അവിടെ കാണിക്കുന്ന M ടച്ച് ചെയ്തപ്പോൾ അവിടെ കാണിക്കുന്ന റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 0.5 ആംബിയർ ആണെന്ന് വിചാരിച്ചു. 0.5 ആംബിയർ അമീറ്ററിൽ കാണിക്കുന്ന റീഡിംഗ് എന്ന് വെച്ചാൽ ഒരു 0.5 ആംബിയർ ആണ്. മനസ്സിലായല്ലോ? ഇനി അടുത്തെന്ന് പറഞ്ഞാൽ Dയിൽ ഇതാ നോക്കുക, D എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. D എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ വന്നു. ഇപ്പോൾ ചാലകത്തിൻ്റെ നീളത്തിലാണ് 40 സെൻറ്റിമീറ്റർ ആണ്, നിക്രോം ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ അവിടെ കാണിക്കുന്ന റീഡിംഗ് എന്ന് വെച്ചാൽ ഒരു ഏകദേശം ഒരു 0.25 ആണ്, 0.25 ആംബിയർ. മനസ്സിലായല്ലോ? ഇനി അടുത്തതാണ് F എന്ന് പറഞ്ഞാൽ ഇതാണ് പോയിന്റ്, രണ്ടാമത്തെ. അതായത് നിക്രോം തന്നെയാണ്, പക്ഷേ എന്താണ്? ലെങ്ത് സെയിം തന്നെയാണ്, വണ്ണം അല്ലേ 40 സെൻറ്റിമീറ്റർ തന്നെയാണ്, തിക്കറാണ്. ആദ്യത്തേനേക്കാളും തിക്കറാണ്, നിക്രോം തന്നെയാണ്. അവിടെ കാണിക്കുന്ന റീഡിംഗ് എന്ന് വെച്ചാൽ ഏകദേശം 0.5 ആംബിയർ തന്നെ. മനസ്സിലായല്ലോ? ഇനി അടുത്തതാണ് H എന്ന് പറഞ്ഞാൽ ഇതാണ് പോയിന്റ്, ഇവിടെ പ്രസ് ചെയ്തു. ഇതെന്താണ്? 40 സെൻറ്റിമീറ്റർ ആണ്, സെയിം എന്താണ്? വണ്ണം സെയിം തന്നെയാണ്, ആദ്യത്തെ തന്നെ സെയിം വണ്ണം തന്നെയാണ്, പക്ഷേ മെറ്റീരിയൽ ഏതാണ്? കോപ്പറാണ്. മനസ്സിലായല്ലോ? അപ്പോൾ അവിടുത്തെ റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 0.75 ആംബിയറും കാണിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? എക്സ്പെരിമെന്റ് എങ്ങനെയാണ് ചെയ്യുന്നത് മനസ്സിലായല്ലോ? ഓരോ പോയിന്റിൽ ഈ ജോക്കി കൊണ്ട് ടച്ച് ചെയ്തപ്പോൾ കാണിക്കുന്ന അമീറ്റർ റീഡിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ റീഡിംഗ് നോക്കിയേ, ഈ റീഡിംഗ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ വോൾട്ടേജ് എത്രയാണ്? പൊട്ടൻഷ്യൽ 3 വോൾട്ട് തന്നെയാണ്. അതിനെന്തെങ്കിലും ചേഞ്ച് ഉണ്ടാകുന്നുണ്ടോ? ഇല്ല, പൊട്ടൻഷ്യൽ സെയിം തന്നെയാണ്. പക്ഷേ റീഡിംഗ്, അമീറ്റർ റീഡിംഗ്, കറണ്ടിൻ്റെ വാല്യൂ ഇവിടെ മാറിയിട്ടുണ്ട് അല്ലേ? V എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എങ്ങനെയാണ്? സെയിം ആണ്, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആണെന്ന് പറയാം, കോൺസ്റ്റന്റ് ആണ്. പക്ഷേ എങ്ങനെയാണ്? ഐയുടെ വാല്യൂ എങ്ങനെയാണ് ചേഞ്ച് ചെയ്തെന്ന് പറയാം. ഇല്ല, അമീറ്റർ റീഡിംഗ് ഉണ്ടല്ലേ, ഐയുടെ വാല്യൂ, അമീറ്റർ റീഡിംഗ് എങ്ങനെയാണ്? ഐയുടെ വാല്യൂ ഇവിടെ ചേഞ്ച് ഇരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഐയുടെ വാല്യൂ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ അനുസരിച്ചിട്ട്, അതായത് R = V/I എന്ന് പറഞ്ഞ ഇക്വേഷൻ അനുസരിച്ചിട്ട് V കോൺസ്റ്റന്റ് ആണ്, ഐയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഐയുടെ വാല്യൂ ചേഞ്ച് ചെയ്യാനുള്ള കാരണം എന്തായിരിക്കാം? ഈ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ എന്താണ്? പ്രതിരോധത്തിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്തിട്ടുണ്ട്.
അല്ലേ? പ്രതിരോധം ആണ്, വോൾട്ടേജ് പൊട്ടൻഷ്യൽ സെയിം ആണ്, വോൾട്ടേജ് സെയിം ആണ്, വ്യത്യാസമൊന്നുമില്ല, ചേഞ്ച് ചെയ്യുന്നില്ല. ഐയുടെ വാല്യൂ ചേഞ്ച് ചെയ്യാനുള്ള കാരണം എന്തായിരിക്കാം? ഇവിടുത്തെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടല്ല ഐയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ നോക്കിയേ, ഏതിനായിരിക്കും ഏറ്റവും കുറവ് കറണ്ട് കാണിച്ചിരിക്കുന്നത്? ഏറ്റവും കുറവ് കറണ്ട് ഏത് വാല്യൂ ആണ്? ഇതല്ലേ ഏറ്റവും കുറവ് വാല്യൂ, അതായത് ഡി. അത് ഈ പൊസിഷനിൽ ഇരിക്കുമ്പോഴാണ് ഏറ്റവും കുറവ് കാണിച്ചിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഏറ്റവും കുറവ് കാണിച്ചിരിക്കുന്ന ഈ വാല്യൂ, അതായത് ഡിയിലാണ്, അതായത് ലീസ്റ്റ് വാല്യൂ, ഇല്ലേ? ലീസ്റ്റ് വാല്യൂ കാണിച്ചിരിക്കുന്ന ഏതാണ്? ഈ ഡി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഇതിലാണ്. അപ്പോൾ അവിടുത്തെ ഈ ഡിയിൽ ഏറ്റവും ലീസ്റ്റ് വാല്യൂ കാണിക്കാനുള്ള കാരണം എന്തായിരിക്കാം? കാരണം എന്തായിരിക്കും? അവിടെ എന്താണ്? ഇവിടെ ഐയുടെ വാല്യൂ കുറയുവാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും? ആറിൻ്റെ വാല്യൂ കൂടും, ഇല്ല? ഐയുടെ വാല്യൂ ഇവിടെ കുറയുവാണെന്നുണ്ടെങ്കിൽ ആറിൻ്റെ വാല്യൂ എന്ത് സംഭവിക്കും? കൂടും. അതായത് ഇവിടെ എങ്ങനെയാണ്? ഇതിനെങ്ങനെയാണ്? റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. മനസ്സിലായാലോ പറഞ്ഞു? ഇവിടെ എങ്ങനെയായിരിക്കും? റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൂടുതലായിരിക്കും. ക്ലിയർ ആയോ പറഞ്ഞത്? റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഇവിടെ കൂടുതലായതുകൊണ്ടാണ് ഇവിടെ കുറവ് വാല്യൂ വന്നത്. മനസ്സിലായല്ലേ? ഇനി നോക്കിയാൽ നീളം കൂടിയപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ 20 സെൻറ്റിമീറ്റർ ആണ്, അത് 40 സെൻറ്റിമീറ്റർ ആയി. ഈ 20 സെൻറ്റിമീറ്റർ 40 സെൻറ്റിമീറ്റർ ആയപ്പോൾ സെയിം വസ്തുക്കൾ തന്നെ. അപ്പോൾ എന്ത് സംഭവിച്ചു? അപ്പോഴിവിടെ എന്ത് സംഭവിച്ചു? അമീറ്റർ റീഡിങ് കൂടി, ഇല്ലേ? ലെങ്ത് കൂടിയപ്പോൾ, ഇല്ലേ? മനസ്സിലാകുന്നുണ്ടോ? ലെങ്ത് കൂടിയപ്പോൾ ലെങ്ത് ഇവിടത്തേക്ക് 20 40 ആയി. സെയിം മെറ്റീരിയലാണ്, സെയിം വണ്ണമൊക്കെ തന്നെയാണ്, അല്ലേ? അവിടെ നോക്കിയ ലെങ്ത് കൂടിയപ്പോൾ എന്ത് സംഭവിച്ചു? ലെങ്ത് കൂടിയപ്പോൾ എന്താണ്? കറണ്ടിൻ്റെ വാല്യൂ കുറവായി, ഇല്ലേ? ലെങ്ത് കൂടിയപ്പോൾ കറണ്ടിൻ്റെ വാല്യൂ കുറയാന്ന് പറയുമ്പോൾ അവിടെ എങ്ങനെയായിരിക്കും? റെസിസ്റ്റൻസ് എങ്ങനെയായിരിക്കും? റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. കറണ്ട് കുറയുമ്പോൾ റെസിസ്റ്റൻസ് അവിടെ കൂടുതലായിരിക്കും. മനസ്സിലായല്ലോ പറഞ്ഞത്? ഇനി വണ്ണം കൂടിയപ്പോൾ എന്ത് സംഭവിച്ചത്? വണ്ണം കൂടി, രണ്ടാമത്തെ കേസിൽ വണ്ണം കൂടി, സെയിം ലെങ്ത് തന്നെയാണ്. വണ്ണം കൂടിയപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ എങ്ങനെയാണ്? കറണ്ട് കൂടി, അല്ലേ? വണ്ണം കൂടിയപ്പോൾ കറണ്ടിൻ്റെ വാല്യൂ ഇത് സെയിം തന്നെ. ഈ രണ്ട് ഇത് നോക്കോട്ടെ, ഈ രണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ണം കൂടിയപ്പോൾ എന്ത് സംഭവിച്ചു? കറണ്ട് കൂടി, അല്ലേ? ഏരിയ എന്ന് പറയാം, ഏരിയ, അല്ലേ? ഏരിയ കൂടിയപ്പോൾ എന്ത് സംഭവിച്ചു? കറണ്ട് അവിടെ കൂടി, അല്ലേ? കറണ്ട് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? റെസിസ്റ്റൻസ് അവിടെ എന്ത് സംഭവിച്ചു? റെസിസ്റ്റൻസ് കുറഞ്ഞു. മനസ്സിലായല്ലോ പറഞ്ഞ്? ഏരിയ കൂടിയപ്പോൾ കറണ്ട് കൂടി, അപ്പോൾ എന്ത് സംഭവിച്ചു? റെസിസ്റ്റൻസ് ഇവിടെ കുറഞ്ഞു. അപ്പോൾ ഈ ഒരു ടേബിളിൽ നമുക്ക് എന്തൊക്കെ പറയാൻ സാധിക്കും? വോൾട്ടേജ് ഇവിടെ കോൺസ്റ്റന്റ് ആണ്, അല്ലേ? വോൾട്ടേജ് സ്ഥിരമാണ്. പക്ഷെ എന്താണ്? ലെങ്ത് കൂടിയപ്പോൾ, അതാ ഈ ഒരു കേസ് നോക്കിച്ചാൽ മതി, നിക്രോം തന്നെയാണ്. ലെങ്ത് കൂടിയപ്പോൾ എന്ത് സംഭവിച്ചു? കറണ്ടിൻ്റെ വാല്യൂ അവിടെ കുറഞ്ഞു. ലെങ്ത് കൂടിയപ്പോൾ കറണ്ടിൻ്റെ വാല്യൂ കുറയും, അല്ലേ? നമുക്കിവിടെ പറയാം കറണ്ടിൻ്റെ വാല്യൂ കുറഞ്ഞെന്ന് പറയാം. കറണ്ടിൻ്റെ വാല്യൂ കുറയുമ്പോൾ എന്താണ്? റെസിസ്റ്റൻസ് അവിടെ കൂടും. അപ്പോൾ ലെങ്ത് കൂടുമ്പോൾ എന്താണ്? റെസിസ്റ്റൻസ് കൂടുമെന്ന് മനസ്സിലായല്ലോ? അപ്പോൾ ലെങ്ത് കൂടുവാണെങ്കിൽ, കണ്ടക്ടറിൻ്റെ ലെങ്ത് കൂടുവാണെങ്കിൽ റെസിസ്റ്റൻസ് അവിടെ കൂടും. അതുപോലെ തന്നെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, അല്ലേ? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുക, അതായത് ഛേദതല പറയാം കേട്ടോ. അതായത് വണ്ണം കൂടുക എന്ന് പറയാം കേട്ടോ. വണ്ണം കൂടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? വണ്ണം കൂടുമ്പോൾ അവിടെ കറണ്ടും കൂടി. കറണ്ട് കൂടുമ്പോൾ റെസിസ്റ്റൻസ് എന്ത് സംഭവിക്കും? റെസിസ്റ്റൻസ് അവിടെ കുറയും. അത് ഏരിയ കൂടുകയാണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് കുറയും. മനസ്സിലായല്ലോ? ഏരിയ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുവാണ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം നമുക്ക് എന്ത് പറയാം? റെസിസ്റ്റൻസിനെ സ്വാധീനിക്കുന്ന മറ്റ് രണ്ട് ഘടകങ്ങൾ ഏതൊക്കെയാണ്? ലെങ്ത് കൊണ്ട് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അപ്പം നമുക്ക് എന്ത് പറയാം? ലെങ്ത്, ഇല്ലേ? ലെങ്ത് കൂടുവാണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് കൂടും, ഇല്ലേ? അതുപോലെ തന്നെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുവാണെങ്കിൽ എന്ത് സംഭവിക്കും? റെസിസ്റ്റൻസ് അവിടെ കുറയും. അപ്പോൾ നമുക്ക് പറയാം ലെങ്തും റെസിസ്റ്റൻസും, അതായത് നീളവും പ്രതിരോധവും എങ്ങനെയാണ്? ഡയറക്ട്ലി പ്രപ്പോർഷനിലാന്ന് പറയാം, നേർ അനുപാതത്തിലാന്ന് പറയാം. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ റെസിസ്റ്റൻസും എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷനിലാന്ന് പറയാം. റെസിസ്റ്റൻസും ഏരിയയും എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി വിപരീത അനുപാതത്തിലാന്ന് നമുക്ക് പറയാം. അപ്പോൾ റെസിസ്റ്റൻസിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നമ്മൾ കണ്ടായിരുന്നു. ഏതായിരുന്നു ആദ്യമേ കണ്ടത്? ടെമ്പറേച്ചർ, ഇല്ലേ? പിന്നെ ഇപ്പോൾ ഏതൊക്കെ കണ്ടു? ലെങ്ത് സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും സ്വാധീനിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ടേബിളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസുകൾ കൊടുത്തിട്ടുണ്ട്, നമുക്കതൊന്ന് നോക്കാമേ. നോക്കുക. ഇൻ വിച്ച് സിറ്റുവേഷൻ ഈസ് ദ അമീറ്റർ റീഡിംഗ് ദ ലീസ്റ്റ്? അമീറ്റർ റീഡിംഗ് ഏറ്റവും കുറവ്, അല്ലെങ്കിൽ കറണ്ട് ഏറ്റവും കുറവ് ഏത് സിറ്റുവേഷനിലാണ്? കറണ്ട് ഏറ്റവും കുറവ് ഏത് സിറ്റുവേഷനാണ്? 0.25. ഏതാണ്? ഡി, ഇല്ലേ? ഡി എന്ന് പറഞ്ഞിരിക്കുന്ന ആ സിറ്റുവേഷനാണ് കറണ്ട് ഏറ്റവും കുറവ്. അതിൻ്റെ റീസൺ എന്തായിരിക്കും? കാരണം നമ്മുടെ ഇക്വേഷൻ, ഇല്ലേ? ഇക്വേഷൻ ഏതാണ്? R=V/I. വി കോൺസ്റ്റൻ്റ് ആണ്. കറണ്ട് കുറയുമ്പോൾ എന്താണ്? റെസിസ്റ്റൻസ് അവിടെ കൂടുതലായിരിക്കും. റെസിസ്റ്റൻസ് അവിടെ കൂടുതലായതുകൊണ്ടാണ് അവിടെ അമീറ്റർ റീഡിംഗ് അവിടെ കുറയാൻ കാരണം. അപ്പോൾ എന്താണ്? റെസിസ്റ്റൻസ് കൂടുതലായതുകൊണ്ട് പ്രതിരോധം, ഇല്ലേ? മോർ റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് പ്രതിരോധം അവിടെ കൂടുതലായതുകൊണ്ടാണ് അവിടെ കറണ്ട് കുറയാനുള്ള കാരണം. മനസ്സിലായല്ലോ? ഇനി വാട്ട് ഹാപ്പൻസ് ടു ദ റെസിസ്റ്റൻസ് ആസ് ദ ലെങ്ത് ഓഫ് ദി സെയിം കണ്ടക്ടർ ഇൻക്രീസസ്? ഒരേ ചാലകത്തിൻ്റെ നീളം കൂടുമ്പോൾ പ്രതിരോധത്തിന് എന്ത് സംഭവിക്കുന്നു?
ഒരേ ചാലകം ഇല്ലേ, നിക്രോം അതിൻ്റെ നീളം കൂടി അല്ലേ, ഈ രണ്ട് സന്ദർഭത്തിലാണ് നീളം കൂടിയപ്പോൾ എന്ത് സംഭവിച്ചു, റെസിസ്റ്റൻസിന് എന്ത് സംഭവിക്കുന്നുണ്ട്. അപ്പം നീളം കൂടിയപ്പോൾ എന്താണ് സംഭവിച്ചത്, കറണ്ട് ഇവിടെ കുറയുവാണ് ചെയ്തത് അല്ലേ. നീളം കൂടിയപ്പോൾ കറണ്ട് ഇവിടെ കുറയുവാണ് ചെയ്തത്. കറണ്ട് കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, റെസിസ്റ്റൻസ് അവിടെ കൂടും. മനസ്സിലായല്ലോ. കണക്ട് ചെയ്ത് ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, നീളം കൂടുമ്പോൾ ലെങ്ത് കൂടുമ്പോൾ എന്ത് സംഭവിക്കും, ലെങ്ത് കൂടുമ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്, കറണ്ട് അവിടെ കുറഞ്ഞു ഇല്ലേ, കറണ്ട് കുറയുമ്പോൾ എന്താണ്, റെസിസ്റ്റൻസ് അവിടെ കൂടും. മനസ്സിലായല്ലോ. അപ്പോൾ ഒരേ സ്ഥലത്ത് നീളം കൂടുമ്പോൾ പ്രതിരോധത്തിന് എന്ത് സംഭവിക്കുന്നു, പ്രതിരോധം ഇൻക്രീസസ് എന്ന് പറയാം, അല്ലേ. ലെങ്ത് കൂടുവാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, റെസിസ്റ്റൻസ് അവിടെ ഇൻക്രീസ് ചെയ്യും. മനസ്സിലായല്ലോ. ഇനി വാട്ട് ഹാപ്പൻസ് ടു ദ റെസിസ്റ്റൻസ് ആസ് ദ തിക്നെസ് ഓഫ് ദ സെയിം കണ്ടക്ടർ ഇൻക്രീസസ്. ഒരേ ചാലകത്തിന്റെ വണ്ണം കൂടുമ്പോൾ അല്ലേ, പ്രതിരോധത്തിന് എന്ത് സംഭവിക്കുന്നു, ഒരേ ചാലകം ഈ കേസ് ഒരേ ചാലകമാണ്, അതിൻ്റെ ലെങ്ത് ഒരുപോലെയാണ്, വണ്ണം കൂടിയപ്പോൾ എന്ത് സംഭവിക്കും, പ്രതിരോധത്തിന് വണ്ണം കൂടിയപ്പോൾ കറണ്ട് എന്ത് സംഭവിച്ചു, കൂടി ഇല്ലേ, ഏരിയ കൂടിയപ്പോൾ കറണ്ട് എന്ത് സംഭവിച്ചു, കറണ്ട് അവിടെ കൂടി. കറണ്ട് കൂടുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും, റെസിസ്റ്റൻസ് കുറയും അല്ലേ. കറണ്ട് കൂടുമ്പോൾ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം കുറയും. അപ്പോൾ എന്ത് പറയാം, ഡിക്രീസസ് എന്ന് പറയാം. ഡിക്രീസസ് കുറയുന്നു എന്ന് പറയാം അല്ലേ, കുറയുന്നു. അതിൻ്റെ കാരണം എന്താണ്, ഏരിയ അല്ലേ. ഏരിയ കൂടുമ്പോൾ കറണ്ട് എന്താണ്, കറണ്ട് അവിടെ കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ. വണ്ണം കൂടുമ്പോൾ കറണ്ട് അവിടെ കുറയും. അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും, റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എങ്ങനെയാണ്, കുറയും. മനസ്സിലായല്ലോ. ഇനി വിച്ച് ഹാസ് മോർ റെസിസ്റ്റൻസ്, നിക്രോം ഓർ കോപ്പർ ഹാവിങ് സെയിം ലെങ്ത് ആൻഡ് തിക്നെസ്. ഒരേ നീളവും വണ്ണമുള്ള നിക്രോം, കോപ്പർ എന്നിവയിൽ പ്രതിരോധം കൂടുതൽ ഏതിനാണ്, ഒരേ നീളവും വണ്ണവും ഇല്ലേ. ഒരേ നീളം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് വരും ഇല്ലേ, 40 സെൻറ്റിമീറ്റർ നിക്രോം. അപ്പോൾ ഈ രണ്ട് കേസ് എടുക്കാം അല്ലേ, 40 സെൻറ്റിമീറ്റർ നിക്രോം ഉണ്ട്, 40 സെൻറ്റിമീറ്റർ കോപ്പർ ഉണ്ട്. ഈ രണ്ട് സിറ്റുവേഷൻ. അപ്പോൾ ഒരേ നീളവും വണ്ണവുമുള്ള നിക്രോം, കോപ്പർ എന്നിവയുടെ പ്രതിരോധം കൂടുതൽ ഏതിനാണ്. അപ്പോൾ ഈ രണ്ട് സിറ്റുവേഷൻ നോക്കി, ഈ രണ്ട് സിറ്റുവേഷൻ അല്ലേ, ഡിയും എച്ചും അല്ലേ, സിറ്റുവേഷൻ ഏതാണ്, ഡിയും എച്ചും ആണ്. അപ്പോൾ ഈ രണ്ട് സിറ്റുവേഷനിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഏതാണ് മോർ റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് കൂടണമെങ്കിൽ എങ്ങനെ, കറണ്ട് അവിടെ കുറയണം. അപ്പം ഈ രണ്ട് സിറ്റുവേഷനിലെ കറണ്ട് ഏതിനാണ് കുറവ്, ഇവിടെയാണ്, നിക്രോമിനാണ് അല്ലേ. അപ്പോൾ ഏതാണ് കൂടുതൽ റെസിസ്റ്റൻസ് ഉള്ള ഏതിനാണ്, നിക്രോമിനാണ്. മനസ്സിലായോ, പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ. അപ്പം നിക്രോമിനാണ് അവിടെ എന്താണ് കൂടുതൽ റെസിസ്റ്റൻസ് വേണമെങ്കിൽ കറണ്ട് കുറയണം ഇല്ലേ. കോപ്പറും ഉണ്ട്, നിക്രോമാണ് സെയിം ലെങ്ത് ആണ്, സെയിം തിക്നെസ്സും ആണ്, പക്ഷെ മെറ്റീരിയൽ വ്യത്യാസമാണ്. പക്ഷേ ഏതിനാണ് കൂടുതൽ റെസിസ്റ്റൻസ്, കറണ്ട് കുറവുള്ള ഏതാണ്, നിക്രോമിനാണ് റെസിസ്റ്റൻസ് കൂടുതലാണ്. അപ്പോൾ കോപ്പറും നിക്രോമും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതിനാണ് റെസിസ്റ്റൻസ് കൂടുതൽ, നിക്രോമിനാണ്. മനസ്സിലായല്ലോ. അപ്പം ഈ ടേബിളിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ നമുക്കെല്ലാം കണക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഈ ഒരു ചിത്രം നോക്കിയാൽ പ്രതിരോധത്തിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. കുറേ പേര് ഈ വണ്ണം കുറഞ്ഞതിലൂടെ പോകുന്നു, ഏരിയയുടെ കാണിക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. വണ്ണം കുറഞ്ഞതിലൂടെ പോകുന്നു, ഭയങ്കര പാടല്ലേ വണ്ണം കുറഞ്ഞതിലൂടെ പോകാൻ. ആ സമയം വണ്ണം കൂടുതൽ ഏരിയ കൂടുവാണെങ്കിൽ എന്ത് സംഭവിക്കും, ഈസി ആയിട്ട് കടന്നു പോകാൻ സാധിക്കും ഇല്ല. അവിടെ റെസിസ്റ്റൻസ് കുറയും ഇല്ലേ. വണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, റെസിസ്റ്റൻസ് അവിടെ കൂടും ഇല്ലേ. വണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ്, അതായത് ഏരിയ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, റെസിസ്റ്റൻസ് അവിടെ കൂടും ഇല്ലേ. കടന്നു പോകാൻ പ്രയാസം, പ്രതിരോധം കൂടും ഇല്ലേ. വണ്ണം കൂടിക്കഴിഞ്ഞാൽ പ്രതിരോധം അവിടെ കുറയും, ഈസി ആയിട്ട് പോകാൻ സാധിക്കും. മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെ പറഞ്ഞായിരുന്നു, ടെമ്പറേച്ചർ നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെന്താണ്, നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ, അതായത് ചാലകത്തിൻ്റെ സ്വഭാവം. നിക്രോമും കോപ്പറും കണ്ടില്ലേ, സെയിം ലെങ്തും സെയിം തിക്നെസ്സും ആണ്. പക്ഷേ അല്ലേ ആ ചാലകത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് റെസിസ്റ്റൻസിന് മാറ്റം വരുന്നുണ്ട്. പിന്നെ എന്താണ്, തിക്നെസ് അല്ലെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ കണ്ടക്ടർ. വണ്ണ അല്ലെങ്കിൽ എന്താണ്, ഛേദതല പരപ്പളം എന്ന് പറയാം. അതിനനുസരിച്ചിട്ടും എന്ത് സംഭവിക്കുന്നുണ്ട്, റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധത്തിന് സ്വാധീനിക്കുന്നുണ്ട്. മനസ്സിലല്ലേ. പിന്നെന്താണ്, ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ, നീളം. മനസ്സിലായല്ലേ. അപ്പം ഇതൊക്കെ എന്താണ്, സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അപ്പം ചാലകത്തിൻ്റെ സ്വഭാവം, നേച്ചർ ഓഫ് ദി മെറ്റീരിയലുണ്ട്. തിക്നെസ്സും റെസിസ്റ്റൻസും എങ്ങനെയാണ്, തിക്നെസ് അല്ലേ, തിക്നെസ് കൂടുവാണെന്നുണ്ടെങ്കിൽ, അതായത് ഏരിയ കൂടുവാണെങ്കിൽ റെസിസ്റ്റൻസ് അവിടെ കുറയും. അത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാന്ന് പറയാം ഇല്ല. അതായത് ഏരിയ എങ്ങനെ പറയാം, ഏരിയയും എന്താണ് റെസിസ്റ്റൻസും എങ്ങനെയാണ്, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാന്ന് നമുക്ക് പറയാം. മനസ്സിലായല്ലോ. ഇനി ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ, ലെങ്ത് കൂടുവാണെങ്കിൽ എന്ത് സംഭവിക്കും, റെസിസ്റ്റൻസ് അവിടെ കൂടും ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം, റെസിസ്റ്റൻസും ലെങ്തും എങ്ങനെയാണ്, ഡയറക്ട്ലി പ്രപ്പോർഷണൽ അല്ലെങ്കിൽ നേർ അനുപാതത്തിലാന്ന് നമുക്ക് പറയാം.
മനസ്സിലായില്ല. പിന്നെ ടെമ്പറേച്ചർ അല്ലേ, ടെമ്പറേച്ചറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. ടെമ്പറേച്ചർ കൂടുവാണെന്നുണ്ടെങ്കിൽ എന്താണ്, റെസിസ്റ്റൻസിൻ്റെ വാല്യൂം അവിടെ കൂടും. അപ്പം റെസിസ്റ്റൻസും ടെമ്പറേച്ചറും എങ്ങനെയാണ്, നേരനുപാതത്തിലാണെന്ന് നമുക്ക് പറയാം, ഡയറക്ട്ലി പ്രപ്പോർഷനാണെന്നും പറയാം. മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ, തിക്നെസ്, ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ ആൻഡ് ദ ടെമ്പറേച്ചർ. ചാലകത്തിൻ്റെ സ്വഭാവം, വണ്ണം, നീളം, അതുപോലെ താപനില, ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ റെസിസ്റ്റൻസിനെ അല്ലെങ്കിൽ പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന ഈ ഘടകങ്ങളെല്ലാം കൂടെ നമ്മൾ ഒരുമിച്ചൊന്ന് എഴുതുകയാണെന്നുള്ള ഒരു ഇക്വേഷൻ ഫോമിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കും കേട്ടോ. അതായത് റെസിസ്റ്റൻസിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ടെമ്പറേച്ചർ പർട്ടിക്കുലർ വാല്യൂ ആണെന്ന് പറഞ്ഞു, പിന്നെ ലെങ്തും ഏരിയയും, അതാണ് രണ്ട് മെയിൻ കാര്യങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് റെസിസ്റ്റൻസും അല്ലെങ്കിൽ പ്രതിരോധവും ലെങ്തും എങ്ങനെയാണ് ഡയറക്ട്ലി പ്രപ്പോർഷണലാണെന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എങ്ങനെയാണ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണെന്ന് നമ്മൾ പറഞ്ഞു. ഇങ്ങനെയാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇക്വേഷൻ എഴുതാം R പ്രപ്പോർഷണൽ ടു L/A എന്ന് എഴുതാം. മനസ്സിലായല്ലോ. ഈ പ്രപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു കോൺസ്റ്റന്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇതിനെ പറഞ്ഞ റോ എന്നാണ് പറഞ്ഞത്, റോ ഇൻറ്റു L/A എന്ന് പറയും. റോ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ റോ എന്നാണ് വായിക്കുന്നത് കേട്ടോ. റോ എന്ന് പറഞ്ഞിരിക്കുന്നത് റെസിസ്റ്റിവിറ്റി എന്ന് പറയും കേട്ടോ. റെസിസ്റ്റിവിറ്റി എന്നും പറഞ്ഞിരിക്കുന്നു ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. ഓരോ കണ്ടക്ടറിനും ഓരോ ചാലകത്തിനും റെസിസ്റ്റിവിറ്റി ഉണ്ടായിരിക്കും. മനസ്സിലായല്ലോ. അപ്പോൾ ഓർത്തിരിക്കട്ടെ. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വർഷമൊക്കെ പഠിക്കുകയാണെന്ന് ഈ വർഷം ഇല്ല എങ്കിൽ ഇത് ഈക്വേഷൻ ഒന്ന് ഓർത്തിരിക്കട്ടെ. R = റോ ഇൻറ്റു L/A. റോ എന്ന് വെച്ചാൽ ഒരു കോൺസ്റ്റൻ്റ് ആണ്. റെസിസ്റ്റിവിറ്റി ആണ് അറിയപ്പെടുന്നത്. അപ്പം അതൊന്ന് മനസ്സിലാക്കിയിരിക്കട്ടെ. ഇപ്പം നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. അപ്പോൾ അതിലേക്ക് ആ റെസിസ്റ്റിവിറ്റി ഇക്വേഷൻ കാണുന്നുണ്ടെങ്കിൽ റോ = ഈ എനെ അങ്ങോട്ട് കൊണ്ടുപോകാം, R/L. പ്രോബ്ലം ഒക്കെ ചെയ്യാൻ സാധാരണയായിട്ട് ചോദിക്കുന്നതാണ്. നിങ്ങളുടെ സിലബസ് ഇപ്പോൾ ഇല്ല എങ്കിലൊന്ന് മനസ്സിലാക്കിയിരുന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട് കേട്ടോ. റോ = R/L. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്, റെസിസ്റ്റൻസിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അപ്പം റെസിസ്റ്റൻസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ലെങ്ത്, നീളത്തിൻ്റെ നേരനുപാതത്തിലും അതിൻ്റെ ഛേദതല പരപ്പളവ് അല്ലെങ്കിൽ വണ്ണത്തിന് എങ്ങനെയാണ് വിപരീത അനുപാതത്തിൽ ആയിരിക്കും. നീളം കൂടുമ്പോൾ പ്രതിരോധം വർദ്ധിക്കുന്നു അല്ലേ, നീളം കൂടുമ്പോൾ പ്രതിരോധം വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ വണ്ണം കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, പ്രതിരോധം കുറയുന്നു. വണ്ണം കൂടുകയാണെന്നുണ്ടെങ്കിൽ പ്രതിരോധം അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ തന്നെ ഓരോ പദാർത്ഥത്തിനും എങ്ങനെയാണ് ഓരോ പ്രതിരോധമായിരിക്കും അല്ലേ. അത് ഓരോരോ വസ്തുക്കൾ എടുത്തു കഴിഞ്ഞാൽ, മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ അതിന് ഓരോരോ പ്രതിരോധവും ആയിരിക്കും കേട്ടോ. അതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നോക്കുക കേട്ടോ. റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഇൻക്രീസസ് ആസ് ലെങ്ത് ഇൻക്രീസസ്. നീളം കൂടുമ്പോൾ ചാലകത്തിൻ്റെ പ്രതിരോധം വർദ്ധിക്കുന്നു. ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഡിക്രീസസ് ആസ് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻക്രീസസ്. വണ്ണം കൂടുമ്പോൾ പ്രതിരോധം കുറയുന്നു. ഇനി ഡിഫറെൻറ്റ് സബ്സ്റ്റൻസസ് ഓൾസോ ഹാവ് ഡിഫറെൻറ്റ് റെസിസ്റ്റൻസ്. വിവിധ പദാർത്ഥങ്ങൾക്ക് വ്യത്യസ്ത പ്രതിരോധം ആയിരിക്കും. ഇനി നോക്കുക, വയേഴ്സ് ഓഫ് നിക്രോം, ടങ്സ്റ്റൺ, കോപ്പർ, അലൂമിനിയം ആൻഡ് സിൽവർ ഓഫ് ദ സെയിം ലെങ്ത് ആൻഡ് തിക്നെസ്. നിക്രോം ആൻഡ് ടങ്സ്റ്റൺ ഹാവ് റിലേറ്റീവ്ലി ഹൈ റെസിസ്റ്റൻസ് വൈൽ അലൂമിനിയം ആൻഡ് കോപ്പർ ഹാവ് വെരി ലോ റെസിസ്റ്റൻസ്. നിക്രോം, ടങ്സ്റ്റൺ, കോപ്പർ, അലൂമിനിയം, സിൽവർ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നിക്രോമിനും ടങ്സ്റ്റനും ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കും. അതേസമയം അലൂമിനിയം കോപ്പറിനും ലോ റെസിസ്റ്റൻസ് ആയിരിക്കും. സിൽവറിനാണ് ഏറ്റവും കുറവ് റെസിസ്റ്റൻസ് ഉള്ളത്. ഒരേ നീളവും വണ്ണവുമുള്ള നിക്രോം, ടങ്സ്റ്റൺ, കോപ്പർ, അലൂമിനിയം, സിൽവർ എന്നിവ കൊണ്ട് നിർമ്മിച്ച കമ്പികൾ പരിഗണിച്ചാൽ നിക്രോമും ടങ്സ്റ്റനും ഉയർന്ന പ്രതിരോധമായിരിക്കും. ഓർക്കോട്ടോ, നിക്രോമിന് ഉയർന്ന പ്രതിരോധമാണ്. അതുകൊണ്ടാണ് ഹീറ്റിംഗ് കോയിലൊക്കെ ഇല്ലേ, ഇലക്ട്രിക് ഹീറ്റർ കേട്ടോ, അതിലൊക്കെ ചൂടാക്കാൻ ഉപയോഗിക്കുന്ന ഹീറ്റിംഗ് കോയിൽ, ആ ഹീറ്റിംഗ് കോയിൽ എന്ന് പറഞ്ഞാൽ നിക്രോമാണ്. അതിന് ഉയർന്ന പ്രതിരോധം ഉള്ളത് കൊണ്ടാണ് കേട്ടോ. നിക്രോമും ടങ്സ്റ്റനും ഉയർന്ന പ്രതിരോധമുണ്ട്. അതുപോലെ അലൂമിനിയം, കോപ്പർ എന്നിവയ്ക്ക് പ്രതിരോധം വളരെ കുറവാണ്. അലൂമിനിയത്തിനും കോപ്പറിനും കേട്ടോ. ഏറ്റവും കുറഞ്ഞ പ്രതിരോധമുള്ള ലോഹം എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്, സിൽവറാണ്. മനസ്സിലാക്കിയിരിക്കുക, പഠിക്കട്ടോ. അപ്പോൾ ഓർക്കേണ്ട ഒരു മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ലെങ്ത് കൂടുമ്പോൾ പ്രതിരോധം കൂടുന്നു, വണ്ണം കൂടുമ്പോൾ കുറയുന്നു. ഓരോന്നിനും ഓരോ പ്രതിരോധം ആയിരിക്കും. ക്രോമിനും അതുപോലെ ടങ്സ്റ്റനും ഉയർന്ന പ്രതിരോധമാണ്, അലൂമിനിയം കോപ്പറിനൊക്കെ കുറഞ്ഞതാണ്. ഏറ്റവും കുറവ് പ്രതിരോധമുള്ള ഇതിനാണ് സിൽവറിനാണ് ഏറ്റവും കുറവ് പ്രതിരോധമുള്ളത്. ക്ലിയർ ആയാലും എത്രയും. അപ്പോൾ റെസിസ്റ്റൻസ് എന്താണെന്ന് മനസ്സിലായില്ല, പ്രതിരോധം. നമ്മൾ കണ്ടായിരുന്നു ലെങ്ത് കൂടുവാണെന്നുണ്ടെങ്കിൽ ലെങ്ത് കൂടുവാണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസിന് എന്ത് സംഭവിക്കും, റെസിസ്റ്റൻസും കൂടുമെന്ന് നമ്മൾ കണ്ടു. മനസ്സിലായല്ലോ. അപ്പം ഈ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ലെങ്ത് കൂടുമ്പോൾ റെസിസ്റ്റൻസും കൂടുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസാണ്, ദാറ്റ് ഈസ് എ റിയോസ്റ്റാറ്റ് എന്ന് പറയും കേട്ടോ. റിയോസ്റ്റാറ്റ്, ഇതാണ് ആ ഡിവൈസ് കേട്ടോ. റിയോസ്റ്റാറ്റാണ് ഇത്. ലെങ്ത് കൂടുമ്പോൾ റെസിസ്റ്റൻസും കൂടുന്നു കേട്ടോ. ഒരു ചാലകത്തിൻ്റെ വണ്ണത്തിൽ മാറ്റമില്ലാതെ
നീളം വർദ്ധിപ്പിക്കുമ്പോൾ അതിൻ്റെ പ്രതിരോധവും വർദ്ധിക്കുന്നു. ഈ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് റിയോസ്റ്റാറ്റ്. നിങ്ങൾക്ക് ഹയർ ക്ലാസ്സുകളിലൊക്കെ വരുമ്പോൾ ലാബിലൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഇത് ഉപയോഗിക്കാറുണ്ട്. പ്രധാനമായിട്ടും കറൻറ്റിൽ മാറ്റം വരുത്താൻ റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്കിതുണ്ട്, റിയോസ്റ്റാറ്റ് ഉണ്ട്. ഈ റിയോസ്റ്റാറ്റ് നമുക്കിത് എസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു അറ്റാച്ച്മെൻ്റ് ആണ്. അത് നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കറണ്ട് നമുക്ക് വേരി ചെയ്യാൻ സാധിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താണ് കറണ്ട് നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കും. കറണ്ട് മാറ്റം വരണമെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ഇക്വേഷൻ R=V/A തന്നെയാണ്. കറണ്ട് മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസിന് അവിടെ ചേഞ്ച് വരണം. അപ്പം ഇത് മൂവ് ചെയ്താൽ റെസിസ്റ്റൻസിന് അവിടെ വേരിയേഷൻ ഉണ്ടാവും അല്ലേ? റെസിസ്റ്റൻസിന് വേരിയേഷൻ ഉണ്ടാകുമ്പോൾ കറണ്ട് അവിടെ ചേഞ്ച് ചെയ്യും. ഒരു സർക്യൂട്ടിൽ നമ്മൾ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ കറണ്ട് വേരി ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ കറണ്ട് വേരി ചെയ്യാൻ വേണ്ടി ഇത് നമുക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് വേരി ചെയ്യും. കറണ്ട് വേരി ചെയ്യാൻ കാരണം എന്താണ്? അവിടെ റെസിസ്റ്റൻസ് അവിടെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇത് മൂവ് ചെയ്യുമ്പോൾ എന്താണ് റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡിവൈസിന് പറഞ്ഞ പേരാണ് റിയോസ്റ്റാറ്റ്. ലെങ്ത്, അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ലെങ്ത് കൂടുമ്പോൾ റെസിസ്റ്റൻസും കൂടുന്നു. അതാണ് അവിടുത്തെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതിൽ പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? റിയോസ്റ്റാറ്റ്. റിയോസ്റ്റാറ്റിന് സിമ്പലുണ്ട് കേട്ടോ. സിമ്പിൾ നോക്കി ഇതൊരു സിമ്പിളാണ്, അല്ലെങ്കിൽ ഇതൊരു സിമ്പിളാണ് കേട്ടോ. നോർമലി ഉപയോഗിച്ച് കാണും, നമുക്ക് നിങ്ങൾ ഹയർ ക്ലാസ്സുകളിലേക്കൊക്കെ വരുമ്പോൾ ഉപയോഗിച്ച് കാണുന്ന സിമ്പിൾ ഈ സിമ്പിളാണ് കേട്ടോ. റിയോസ്റ്റാറ്റിൻ്റെ സിമ്പിൾ ഇതിങ്ങനെ ആണ് റിയോസ്റ്റാറ്റിൻ്റെ സിമ്പിൾ. റിയോസ്റ്റാറ്റിന് 3 എൻഡുകളുണ്ട്, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതൊരു എൻഡ്, എ എന്ന് പറഞ്ഞ ഒരു എൻഡാണ്, ബി എന്ന് പറഞ്ഞ ഒരു എൻഡാണ്. ഇതിൻ്റെ മേളുഭാഗത്ത് ഹെഡിൽ ഒരു പോയിന്റുകളുണ്ട്. അപ്പോൾ ഇതിലേക്കൊക്കെ നമുക്ക് കണക്ട് ചെയ്യാം. അതുകൊണ്ടാണ് ഇവിടെ 3 പോയിന്റുകൾ എൻഡുകൾ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് റിയോസ്റ്റാറ്റിൻ്റെ സിമ്പിൾ കേട്ടോ. റെസിസ്റ്ററിൻ്റെ സിമ്പിൾ വെറുതെ നമ്മളിങ്ങനെ ഇട്ടാൽ ചെയ്യുന്ന റെസിസ്റ്റർ, അത് നോർമൽ ഫിക്സഡ് വാല്യൂ ആയിരിക്കും. ഇതിൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ ഫിക്സഡ് ആയിരിക്കും. ഇത് നമ്മളെങ്ങനെയാണ് ഇത് മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? മേൾഭാഗത്തുണ്ടല്ലോ, മേൾഭാഗത്ത് ഇത് മൂവ് ചെയ്യുമ്പോൾ എന്താണ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നമുക്ക് വേരി ചെയ്യാൻ സാധിക്കും. നമ്മൾ ആദ്യമേ കണ്ടില്ല, റെസിസ്റ്റർ ഒരു പർട്ടിക്കുലർ വാല്യൂ ആയിരിക്കും. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സർക്യൂട്ട് വർക്ക് ചെയ്യും. അല്ലാതെ നമ്മൾ റെസിസ്റ്റൻസ് വേരി ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ട്. റെസിസ്റ്റൻസ് വേരി ചെയ്യുമ്പോൾ എന്താണ് കറണ്ട് ചേഞ്ച് ചെയ്യും. അങ്ങനെ കറണ്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടായിരുന്നു നമ്മൾ കറണ്ട് ചേഞ്ച് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പം എന്താണ് നീളം വർദ്ധിക്കുമ്പോൾ പ്രതിരോധവും വർദ്ധിക്കുന്നു. അതാണ് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. റിയോസ്റ്റാറ്റിൻ്റെ പ്രവർത്തന തത്വം, ഒരു ചാലകത്തിൻ്റെ വണ്ണത്തിൽ മാറ്റമില്ലാതെ നീളം വർദ്ധിക്കുമ്പോൾ അതിൻ്റെ പ്രതിരോധവും വർദ്ധിക്കുന്നു. അതാണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എന്താണ് റിയോസ്റ്റാറ്റ് പ്രവർത്തന തത്വം. ആസ് ദ ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ ഇൻക്രീസസ് വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ ഇറ്റ്സ് ഏരിയ ഓഫ് കോസേഷൻ ഇറ്റ്സ് റെസിസ്റ്റൻസ് ഓൾസോ ഇൻക്രീസസ്. ദിസ് ഈസ് എ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എന്താണ് റിയോസ്റ്റാറ്റ്. സിമ്പൽ കേട്ടോ, സിമ്പൽ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് ഇതാ നോക്കിയ ചിത്രം കണ്ടോ? ഇതാ നോക്കി, ഇതെന്ന് പറഞ്ഞാൽ ഒരു പൈപ്പ്, ഒരു ഇൻസുലേറ്റഡ് ആയിട്ടുള്ള പൈപ്പ്, ഇൻസുലേറ്റർ പൈപ്പിൽ ഇങ്ങനെ ഒരു കണ്ടക്ടർ ഇങ്ങനെ ചുറ്റി ചുറ്റി വെച്ചിരിക്കുക. ഇതുണ്ട് എയിൽ നിന്ന് കൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കണക്ട് ചെയ്ത് ചുറ്റി ചുറ്റി ബിയിലേക്ക് വന്നിരിക്കുകയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് ശരിക്കും ഒരു റിയോസ്റ്റാറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈ റെസിസ്റ്റൻസ് വയറാണ് കേട്ടോ. എ ബി എന്ന് വെച്ചാൽ ഒരു ഹൈ റെസിസ്റ്റൻസ് ഉള്ള ഒരു വയറാണ്, ഉയർന്ന പ്രതിരോധമുള്ള ഒരു വയറാണ്. അതൊരു പൈപ്പ്, ഒരു ഇൻസുലേറ്റർ ഉള്ള ഒരു പ്ലാസ്റ്റിക് പൈപ്പിൽ ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുകയാണ്. മനസ്സിലായല്ലോ? പിന്നെ ഡി സി എന്ന് പറഞ്ഞിരിക്കുന്നത് ഡി സി ഇതെന്ന് വെച്ചാൽ ഒരു മെറ്റൽ റോഡാണ് കേട്ടോ. ചെറിയ റെസിസ്റ്റൻസ് ഉള്ള, ലോ റെസിസ്റ്റൻസ് ഉള്ള ഒരു മെറ്റൽ റോഡാണ് ഈ ഡി സി എന്ന് പറഞ്ഞിരിക്കുന്നത്. എസ് എന്ന് പറഞ്ഞാൽ സ്ലൈഡിങ് കോണ്ടാക്റ്റ് ആണ്, ഒരു സമ്പർക്കം. ഈ ഇതിലേക്ക് ടച്ച് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കോണ്ടാക്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു സമ്പർക്കമാണ് എസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ കറണ്ട് ഇവിടെ കൊടുത്തു കഴിയുമ്പം ഈ എയിലൂടെ കറണ്ട് കേട്ടോ, എയിലൂടെ കറണ്ട് ഇതാ നോക്കിയേ, ഇത് ടച്ച് ചെയ്തിരിക്കുന്നു. ഈ ഒരു വയറിൽ ടച്ച് ചെയ്തിരിക്കുമ്പോൾ ഈ എയിലൂടെ കടന്നിട്ട് എസ്സിലൂടെ കടന്നിട്ട് ഈ സിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ സർക്യൂട്ട് ഡയഗ്രത്തിൽ വരയ്ക്കുമ്പോൾ കണക്ട് ചെയ്യേണ്ടത്. അങ്ങനെയാണ് ഒരു എൻഡ് ഇവിടെയും കണക്ട് ചെയ്യും, മറ്റേ എൻഡ് ഹെഡിൽ മേളുഭാഗത്തുമാണ് കണക്ട് ചെയ്യുന്നത്. മനസ്സിലായി? അപ്പോൾ എന്താണ് കറണ്ട് ഇരുമ്പോഴേ വന്ന് ഏത് ചുറ്റിലാണോ ഈ സമ്പർക്കം അല്ലെങ്കിൽ സ്ലൈഡിങ് കോണ്ടാക്റ്റ് ഇരിക്കുന്നത് അതുവഴി എന്താണ് കറണ്ട് ഈ മേളിലെ ഭാഗത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. മനസ്സിലായി? എയിൽ നിന്ന് പ്രവഹിക്കുന്ന വൈദ്യുതി കമ്പിച്ചുരുളുകളിലൂടെ കടന്ന് എസ് വഴി സി എന്ന അഗ്രത്തിൽ എത്തുന്നു. മനസ്സിലായി? അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഈ ഡിയിൽ നിന്ന്, ഈ ഡി എന്ന് പറഞ്ഞ പൊസിഷനാണ്, ഇവിടെ നമ്മളിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏതേലും ഒരു ചുറ്റിൽ വരാൻ നേരത്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ അമീറ്റർ റീഡിങ് കറണ്ട് അവിടെ കാണിക്കും. അതല്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് പിന്നെ മാറ്റുക. മനസ്സിലായി? അത് ഓരോരോ ചുറ്റികളിൽ വരുമ്പോഴും ഓരോരോ കറണ്ട് ആയിരിക്കും അതിന് വഴി ഫ്ലോ ചെയ്യുന്നത്. മനസ്സിലായി? സമ്പർക്കം എസ് ലോഹദണ്ഡിൻ്റെ ഡി മുതൽ സി വരെ നീക്കുന്നതനുസരിച്ച് വൈദ്യുതി കടന്നു പോകുന്ന കമ്പിച്ചുരുളിൻ്റെ നീളം വ്യത്യാസപ്പെടുന്നു. ശരിയല്ലേ? ഇപ്പോൾ തന്നെ നോക്കുക, ഇത് 1, 2, 3, 4ാമത്തെ ചുരുളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അത്രയും ലെങ്ത് ആയിരിക്കും അല്ലേ അതിൻ്റെ നീളം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഇവിടെയാണ് ഇരിക്കുന്നതെങ്കിൽ ഇത്ര ഉള്ളൂ, ആദ്യത്തെ ലെങ്തേ ഉള്ളൂ കാണത്തുള്ളൂ. മനസ്സിലായി? അപ്പം ലെങ്തിന് നമ്മൾ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താ പറഞ്ഞത്? ലെങ്ത് അല്ലേ, ലെങ്തിനനുസരിച്ച് റെസിസ്റ്റൻസ് അവിടെ വേരി ചെയ്യുന്നു അല്ലേ, റെസിസ്റ്റൻസ് വേരി ചെയ്യുന്നു, അതനുസരിച്ച് കറണ്ട് അല്ലേ, കറണ്ടിനും അവിടെ വ്യത്യാസം വരുന്നു എന്നാണ് നമ്മൾ പഠിച്ചത്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ വർക്കിംഗ് പ്രിൻസിപ്പിൾ ലെങ്ത് കൂടുന്നതനുസരിച്ചിട്ടാണ് റെസിസ്റ്റൻസിനോട് വ്യത്യാസം വരുന്നു, അതനുസരിച്ച് കറണ്ടിനോടെ ചേഞ്ച് വരുന്നു.
അതുമൂലം സർക്യൂട്ടിലെ പ്രതിരോധവും അതുവഴി കറണ്ടും ആവശ്യാനുസരണം മാറ്റാൻ സാധിക്കുന്നു. ക്ലിയർ ആയാലും ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. ഇപ്പം ഏത് ചുറ്റിലാണോ ഇരിക്കുന്നത് അതിൻ്റെ അത്രയും ലെങ്തിനനുസരിച്ചിട്ടായിരിക്കും അവിടെ റെസിസ്റ്റൻസ് വരുന്നത്. ആ റെസിസ്റ്റൻസ് അനുസരിച്ചിട്ടായിരിക്കും അവിടെ കറണ്ടിൻ്റെ വാല്യൂ ഇവിടെ അമീറ്റർ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അമീറ്റർ അവിടെ കാണിക്കുന്നത്, അമീറ്ററിൽ റീഡിങ് കാണിക്കുന്നത്. ഇതാണ് അതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടുത്തെ 2 ചിത്രം കൊടുത്തിട്ടുണ്ട്, ചിത്രം 1 ചിത്രം 2. ആദ്യത്തെ ചിത്രത്തിൽ നോക്കിയാൽ ഈ 4ാമത്തെ ചുറ്റിലാണ് ഈ സമ്പർക്കം അവിടെ ഇരിക്കുന്നത്, സ്ലൈഡിങ് കോണ്ടാക്റ്റ് ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഓരോ ചുറ്റിനും ഓരോ റെസിസ്റ്റൻസ് ആണുള്ളത്. മനസ്സിലാകുന്നു? ഇപ്പം 4 കുറേ ചുറ്റുകളുണ്ട്, 4, 3, 7 ചുറ്റുകളുണ്ട്. ഇവിടെ ഓരോ ചുറ്റിനും ഓരോ റെസിസ്റ്റൻസ് ആണുള്ളത്. അപ്പോൾ ഇത് 4ാമത്തെ ചുറ്റിൽ ഇരിക്കുമ്പോൾ എന്താണ്, അതിൻ്റെ അത്രയും ലെങ്ത് അല്ലേ, അത്രയും ലെങ്ത് ഉണ്ട്, അത് അത്രയും റെസിസ്റ്റൻസ് ഉണ്ട്. ആ റെസിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ട് ആയിരിക്കും ഇവിടെ വരുന്നത്. ഈ ഒരു കേസിൽ നോക്കി ഇവിടെ നോക്കി 1, 2, 3, 5ാമത്തെ ചുറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് വാല്യൂ ആണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അമീറ്റർ റീഡിംഗ് ആയിരിക്കും അവിടെ കാണിക്കുന്നത്. അതാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഞാൻ നോക്കുക, സമ്പർക്കം എസ് 4ാമത്തെ ചുറ്റിലാണ്. ഈ 1ാമത്തെ ചിത്രത്തിൽ എങ്ങനെയാണ് 4ാമത്തെ ചുറ്റിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതിനാൽ 4 ചുറ്റുകളുടെ പ്രതിരോധത്തിന് സമാനമായ പ്രതിരോധമായിരിക്കും സർക്യൂട്ടിൽ ഉണ്ടായിരിക്കുക. മനസ്സിലായില്ല? അപ്പോൾ ഈ 4 ചുറ്റുകൾ, ഒരു ചുറ്റിനും ഒരു റെസിസ്റ്റൻസ് വാല്യൂ ഉണ്ട്, അത് ഇൻറ്റു 4 ചെയ്ത് കഴിയുമ്പോൾ ആ 4 ചുറ്റുകളുടെ റെസിസ്റ്റൻസ് വാല്യൂ കിട്ടും. അതായിരിക്കും ആ സർക്യൂട്ടിൽ ഉണ്ടായിരിക്കുക. മനസ്സിലായല്ലോ? ഇനി സമ്പർക്കം എസ് അല്പം വലത് ഭാഗത്തേക്ക് നീക്കിയാൽ 5ാമത്തെ ചുറ്റിൽ, ഇത് നോക്കിയാൽ 2ാമത്തെ ചിത്രത്തിൽ നോക്കിയാൽ 5ാമത്തെ ചുറ്റിലായിരിക്കും. മനസ്സിലായല്ലോ? അപ്പം 5ാമത്തെ ചുറ്റിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ ആയിരിക്കും ആ സർക്യൂട്ടിൽ ഉണ്ടായിരിക്കുക. മനസ്സിലായല്ലോ? അപ്പം അങ്ങനെ ഈ സ്ലൈഡിങ് കോണ്ടാക്റ്റ് അല്ലെങ്കിൽ സമ്പർക്കം ഇങ്ങനെയാണ് ക്രമമായി നീക്കുന്നതനുസരിച്ചിട്ട് ഓരോ ചുറ്റിൻ്റെയും പ്രതിരോധത്തിൻ്റെ ഗുണിതത്തിന് തുല്യമായ പ്രതിരോധം മാത്രമേ സർക്യൂട്ടിൽ ഉൾപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഒരു സർക്യൂട്ടിൽ ഈ ഓരോ നമ്മൾ മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞു, ഓരോ ചുറ്റിനും ഒരു പർട്ടിക്കുലർ വാല്യൂ പ്രതിരോധം ഉണ്ടായിരിക്കാം. ഇപ്പോൾ ഈ ആദ്യത്തെ ചുറ്റിൻ്റെ പ്രതിരോധം എന്ന് പറഞ്ഞിരിക്കുന്നത്, ഈ ഒരു ചുറ്റിൻ്റെ പ്രതിരോധം എന്ന് വെച്ചാൽ 2 ഓം ആണെന്ന് വിചാരിച്ചു. മനസ്സിലാകുന്നോ? അപ്പം ഇത് നോക്കി, ഇത് എത്രയാണ് ഇവിടെ വന്നിരിക്കുന്നത്, 5ാമത്തെ ഒന്ന്. അപ്പോൾ ഇതിൻ്റെ പ്രതിരോധം എത്രയായിരിക്കും, 5 × 2 വരും. മനസ്സിലായല്ലോ പറഞ്ഞു? അപ്പോൾ 10 ഓം ആയിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ ആദ്യത്തെ ചുറ്റിൻ്റെ ഗുണിതങ്ങൾ മാത്രമേ ഉള്ളൂ ഈ സർക്യൂട്ടിൽ നമുക്ക് ഇൻക്ലൂഡ് ആകാൻ പറ്റത്തുള്ളൂ, സർക്യൂട്ടിലേക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയാലും? ഇവിടെ ആണെങ്കിൽ 2 ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണത്തിൻ്റെ വാല്യൂ 2 ഓം ആണെങ്കിൽ ഇവിടെ 8 ഓം ആയിരിക്കും. ഇവിടെ ഇരിക്കുമ്പോൾ 8 ഓം ആയിരിക്കും ഈ സർക്യൂട്ടിൽ ഉണ്ടായിരിക്കുന്നത്. 8 ഓമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ട് ആയിരിക്കും അവിടെ അമീറ്ററിൽ കാണിക്കുന്നത്. മനസ്സിലായല്ലോ പറഞ്ഞത്? അപ്പോൾ ഓരോ ചുറ്റിൻ്റെയും, അതാണ് ഇവിടെ ഓർക്കണ്ട കേട്ടോ, ഓരോ ചുറ്റിൻ്റെയും പ്രതിരോധത്തിൻ്റെ ഗുണിതത്തിന് തുല്യമായ പ്രതിരോധം മാത്രമേ സർക്യൂട്ടിൽ ഉൾപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് കേട്ടോ. ഒരു ചുറ്റിനും ഒരു പർട്ടിക്കുലർ പ്രതിരോധം കാണും, അതിൻ്റെ ഗുണിതത്തിന് തുല്യമായ പ്രതിരോധം, അതിൻ്റെ ഗുണിതം മാത്രമേ ഉള്ളൂ ഇവിടെ വരത്തുള്ളൂ. ക്ലിയർ ആയല്ലോ? അത് മനസ്സിലായെങ്കിൽ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. ഞാൻ നോക്കിയേ, എ റിയോസ്റ്റാറ്റ് ഹാസ് 100 ടേൺസ് ഓഫ് റെസിസ്റ്റൻസ് വയർ. The resistance of one turn is 0.15 ohm. Then which of the following values of resistance cannot be included in a circuit using this rheostat? Justify your answer. ഒരു റിയോസ്റ്റാറ്റിൽ പ്രതിരോധ കമ്പിയുടെ 100 ചുറ്റുകളാണ് ഉള്ളത്. ഒരു ചുറ്റിൻ്റെ പ്രതിരോധം 0.15 ഓം ആണ് എങ്കിൽ ഈ റിയോസ്റ്റാറ്റ് ഉപയോഗിച്ച് ഒരു സർക്യൂട്ടിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത പ്രതിരോധത്തിൻ്റെ മൂല്യം താഴെ കൊടുത്തവയിൽ ഏതാണ്? മനസ്സിലായോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? റിയോസ്റ്റാറ്റിൻ്റെ ചുറ്റുകളുണ്ട്, ചുറ്റുകളത്തിന് 100 ചുറ്റുകളുണ്ട്. ഇതിൽ ഒരു ചുറ്റിൻ്റെ പ്രതിരോധമാണ് 0.15 എന്ന് പറയുന്നത്, ഒരെണ്ണത്തിൻ്റെ. എങ്കിൽ ഈ റിയോസ്റ്റാറ്റ് ഉപയോഗിച്ച് ഒരു സർക്യൂട്ടിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത പ്രതിരോധം കേട്ടോ. ഇത് ഇപ്പം മുമ്പത്തെ ഫിഗർ ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് കേട്ടോ, ജസ്റ്റ് കൊടുത്തുന്നുള്ളൂ. ഇത് 100 ചുറ്റുകളാണുള്ളത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു സർക്യൂട്ടിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത പ്രതിരോധം കേട്ടോ, കഴിയാത്ത പ്രതിരോധത്തിൻ്റെ മൂല്യം ഏതാണ്? ഇതിൽ ഈ സർക്യൂട്ടിൽ ഉൾപ്പെടുത്താൻ പറ്റില്ലാത്ത പ്രതിരോധത്തിന് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 0.15 ആണ് ഒരെണ്ണം, അതിൻ്റെ ഗുണിതങ്ങൾ മാത്രമേ ഇവിടെ വരാൻ പാടുള്ളൂ. മനസ്സിലായോ പറഞ്ഞത്? അതിൻ്റെ ഗുണിതങ്ങൾ മാത്രമേ വരാൻ പാടുള്ളൂ ഇതിൽ, അല്ലാത്ത വാല്യൂ ആയിരിക്കും ഇവിടെ ഉൾപ്പെടുത്താൻ കഴിയാത്തത്. 3.15 അല്ല, 3 വരുമല്ലോ, 7.5 വരുമല്ലോ. 0.15ൻ്റെ ഗുണിതം എന്ന് പറഞ്ഞിരിക്കുന്നത് 7.5 വരും. 4 വരുമോ? ഇല്ലല്ലോ, 4 വരില്ല. മനസ്സിലല്ലേ? 8.25 വരുമല്ലോ, ഗുണിതമാണ്. മനസ്സിലായി? ഡിവൈഡ് ചെയ്ത് നോക്കിച്ചാൽ പോരെ, കിട്ടുമല്ലോ. മനസ്സിലായോ പറഞ്ഞു? ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ പോരെ. 3 ഡിവൈഡ് ബൈ 0.15 ചെയ്താൽ ഇവിടെ കിട്ടും, ഇതാണ് 2 എന്ന് കിട്ടും. അപ്പം 2ൻ്റെ ഗുണിതമാണ് അല്ലേ എന്ന് പറയാം. അതുപോലെ തന്നെ മറ്റേത് എത്രയാണ്? 7.5 ഡിവൈഡ് ബൈ 0.15 ചെയ്ത് നോക്കിയാൽ നമുക്ക് 15 കിട്ടും ഇല്ലേ, അതും ഗുണിതമാണ് അല്ലേ. മനസ്സിലാവുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. then അടുത്ത് 4ൻ്റെ ചെയ്ത് നോക്കിയാലോ, 4 ഡിവൈഡ് ബൈ എത്രയാണ്? 4 ഡിവൈഡ് ബൈ 0.15 ചെയ്യുമ്പോൾ
26 വരും, 26.66 വരും. അത് വരുമോ? ഇല്ല. മനസ്സിലായോ പറഞ്ഞത്? അതുപോലെ തന്നെ 8.25 ഡിവൈഡഡ് ബൈ 0.15 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 55 കിട്ടും. അത് ഗുണിതമാണ്. മനസ്സിലായോ പറഞ്ഞത്? അപ്പം ഗുണിതങ്ങൾ മാത്രമേ ഉള്ളൂ, ഒരു പ്രതിരോധത്തിൻ്റെ ഗുണിതങ്ങൾ മാത്രമേ സർക്യൂട്ട് വരത്തുള്ളൂ. അപ്പോൾ ഏതാണ് ഇവിടെ ഈ 4 എന്ന് പറയുന്ന ഗുണിതമല്ല. മനസ്സിലായോ? അപ്പോൾ ഈ 4 എന്ന് പറയുന്ന വാല്യൂ ഈ സർക്യൂട്ടിൽ വരില്ല. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം സാധൂകരിക്കാൻ വേണ്ടി നമ്മൾ എങ്ങനെ പറയാം? ഒരു സർക്യൂട്ടിൽ നമുക്ക് റിയോസ്റ്റാറ്റ് ഉപയോഗിച്ചിട്ട് 0 മുതൽ പരമാവധി ഏത് മൂല്യവും ഉൾപ്പെടുത്താൻ സാധിക്കില്ല. മനസ്സിലായില്ലേ? ഏത് മൂല്യം നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുമോ? ഇല്ല. അപ്പം നമ്മൾ മുമ്പേ കണ്ട ചിത്രമാണ് 7.25 എന്ന് പറഞ്ഞിരിക്കുന്നത്. റിയോസ്റ്റാറ്റ് സമ്പർക്കം നിരക്കി നീക്കുമ്പോൾ സർക്യൂട്ടിൽ ഉൾപ്പെടുന്ന 1 കോയിൽ, 2 കോയിൽ, 3 കോയിൽ, ഞാൻ പറഞ്ഞല്ലോ 3 കോയിൽ, 4 കോയിൽ തുടങ്ങിയവയാണ്. ഓരോ ചുറ്റിൻ്റെയും പ്രതിരോധം, അതാണ് മെയിൻ പോയിന്റ് കേട്ടോ. ഓരോ ചുറ്റിൻ്റെയും പ്രതിരോധത്തിൻ്റെ ഗുണിതങ്ങളായിട്ടുള്ള പ്രതിരോധം മാത്രമേ ഉൾപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഇവിടെ 0.15 ഗുണിതങ്ങൾ, ബാക്കിയെല്ലാം ഗുണിതങ്ങളാണ് അല്ലേ? മറ്റേതൊന്നും 4 ഓം എന്ന് വെച്ചാൽ അതല്ല, ഗുണിതമല്ല. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് ഉൾപ്പെടുത്താൻ പറ്റില്ലാത്തത്. ഓരോ ചുറ്റിൻ്റെയും പ്രതിരോധത്തിന്, അതാണ് മെയിൻ പോയിന്റ് കേട്ടോ. ഓരോ ചുറ്റിൻ്റെയും പ്രതിരോധത്തിൻ്റെ ഗുണിതങ്ങളായിട്ടുള്ള പ്രതിരോധം മാത്രമേ ഉൾപ്പെടുത്താൻ സാധിക്കൂ. ക്ലിയർ ആയാലോ ആൻസർ? മനസ്സിലാക്കി എഴുതിയൊക്കെ പഠിക്കുക കേട്ടോ. പിന്നെ കൺസെപ്റ്റ് എത്രയേ ഉള്ളൂ, ഓരോന്നിൻ്റെയും കേട്ടോ. ഓരോ ചുറ്റിനും ഒരു പ്രതിരോധമുണ്ട്, അതിൻ്റെ ഗുണിതങ്ങൾ മാത്രമായിരിക്കും അവിടെ കാണിക്കുന്ന റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ റെസിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മീറ്റർ റീഡിയ കറണ്ട് ആയിരിക്കും ആ സർക്കിളിലൂടെ ഫ്ലോ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ദാറ്റ് ഈസ് എ റിയോസ്റ്റാറ്റ്. അപ്പം എങ്ങനെയാണ് റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്തിട്ട് കറൻറ്റും അവിടെ എങ്ങനെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ലെങ്ത് അല്ലേ? വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ലെങ്ത് നീളം കൂടുകയാണെന്നുണ്ടെങ്കിൽ എന്നാൽ റെസിസ്റ്റൻസും കൂടും, പ്രതിരോധവും കൂടും. ആ ഒരു ഇതിൽ പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് റിയോസ്റ്റാറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സിമ്പലൊക്കെ കൃത്യമായിട്ട് വരയ്ക്കാനൊക്കെ പഠിച്ചിട്ട് ഇങ്ങോട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. സിമ്പൽ, റിയോസ്റ്റാറ്റിൻ്റെ സിമ്പൽ ബോക്സ് ടൈപ്പ് ഉണ്ട്. ബോക്സ് ടൈപ്പ് ആണെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. വർക്കിംഗ് പ്രിൻസിപ്പിൾ മനസ്സിലാക്കിയിരിക്കുക. പിന്നെ പ്രോബ്ലം ഉണ്ടെന്ന് നമ്മൾ ലാസ്റ്റ് ചെയ്ത പ്രോബ്ലം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഒരു ചുറ്റിൻ്റെ ഗുണിതമാണെന്നുള്ളൊരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഒരു ചുറ്റിൻ്റെ ഗുണിതം, അതാണ് അവിടുത്തെ റെസിസ്റ്റൻസ്. അത്ര ഗുണിതത്തിൻ്റെ വാല്യൂ മാത്രമേ അവിടെ ഉൾപ്പെടുത്താൻ സാധിക്കത്തുള്ളൂ. ഒരു റെസിസ്റ്റൻസിൻ്റെ, അതായത് ഒരു ചുറ്റിൻ്റെ ഗുണിതം, ഒരു ചുറ്റിൻ്റെ റെസിസ്റ്റൻസിൻ്റെ ഗുണിതം മാത്രമേ അവിടെ ആ സർക്യൂട്ടിൽ ഉൾപ്പെടുത്താൻ സാധിക്കത്തുള്ളൂ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒരു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ ഇച്ചിരി ലെങ്ത് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പം ഈ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നിങ്ങളിത് പഠിക്കുക കേട്ടോ. നമ്മൾ പറഞ്ഞ കാര്യം ഇത്രേ ഉള്ളൂ. റെസിസ്റ്റൻസിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് നമ്മൾ പറഞ്ഞത്. 4 ഘടകങ്ങളുണ്ട് റെസിസ്റ്റൻസിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. അത് കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. അതുപോലെ തന്നെ റിയോസ്റ്റാറ്റ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ആ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്തുകൊണ്ട് അല്ലേ? റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്തുകൊണ്ടെന്നാണ് ആ സർക്യൂട്ടിലെ കറണ്ടിനെ നമുക്ക് ചേഞ്ച് ചെയ്യണം. കറണ്ടിനെ ആവശ്യാനുസരണം ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ റിയോസ്റ്റാറ്റ് ഉപയോഗിക്കുന്നത്. റിയോസ്റ്റാറ്റിൻ്റെ പ്രവർത്തന തത്വമൊക്കെ പഠിച്ചിരിക്കുക കേട്ടോ. അപ്പം വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക, പറയുന്ന ഓരോ പോയിന്റും കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കുക. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കി മനസ്സിലാക്കിയിട്ട് മാത്രം നെക്സ്റ്റ് പോർഷനിലേക്ക് പോവുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഈ ഒരു സെക്ഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നല്ലോണം മനസ്സിലാക്കി പഠിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ബാക്കി പോർഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക്